നമസ്കാരം. ഞാനിപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുന്നത് ചേതൻ ഭഗത് എഴുതിയ വൺ ഇന്ത്യൻ ഗേൾ എന്നുള്ള പുസ്തകമാണ്. വായിച്ചു കഴിഞ്ഞിട്ടില്ല, പകുതിയായിട്ടേ ഉള്ളൂ. അപ്പോൾ ഈ പുസ്തകം വായിച്ചപ്പോൾ എനിക്ക് തോന്നിയ രണ്ട് കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയാൻ ആഗ്രഹിക്കുന്നത്. സ്ഥിരം പറയാറുള്ള പോലെ ഇതൊരിക്കലും എഴുതാനുള്ള എഴുത്തുകാരൻ്റെ സ്വാതന്ത്ര്യത്തെ എതിർക്കുന്നതല്ല. പുള്ളിക്ക് ഓരോ റൈറ്റർക്കും ഇഷ്ടമുള്ളത് എഴുതാം. അതിൽ വിയോജിപ്പുള്ള ഭാഗങ്ങളിൽ മാന്യമായിട്ട് ആ വിയോജിപ്പ് എക്സ്പ്രസ് ചെയ്യാനുള്ള അവകാശം നമുക്കുണ്ട്, യോജിപ്പായാലും വിയോജിപ്പായാലും. അപ്പോൾ ഇത് എഴുതരുത് എന്നല്ല എൻ്റെ സ്റ്റാൻഡ്. എഴുതിയതിൽ ചിലതിനെക്കുറിച്ചുള്ള അഭിപ്രായം മാത്രമാണ്. രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. എഴുതരുതെന്ന് ഞാൻ ഒരിക്കലും പറയില്ല, എഴുത്തുകാരനായാലും സിനിമാക്കാരനായാലും. ഓക്കെ, ആദ്യമായിട്ട് ഇതിൽ രാധിക എന്ന് പറഞ്ഞ ആളാണ് ഇതിലെ ഹീറോയിൻ. ആളുടെ വ്യൂ പോയിന്റിലാണ് എഴുതുന്നത്. രാധികയും പിന്നെ രാധിക വിവാഹം കഴിക്കാൻ പോകുന്ന ബ്രിജേഷ് എന്ന് പറയുന്ന ആളും കൂടി വിവാഹത്തിന് മുമ്പ് 2-3 ഡേയ്സ് മുമ്പ് അവർ ഒരുമിച്ച് നടക്കാൻ പോവുകയും ഒരു സ്ഥലത്ത് നിന്ന് വീഡ്സ്, കഞ്ചാവ് പോലത്തെ ഇത് ഉപയോഗിക്കുകയും ചെയ്യുന്നൊരു രംഗമുണ്ട്. അപ്പോൾ അതിനെ വളരെ ഒരു നോർമലൈസ് ചെയ്യുന്ന രീതിയിലാണ് അതിൽ പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നോർമലൈസ് ചെയ്യുന്നത് ശരിയായ രീതിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പോൾ ലഹരിയുടെ പ്രശ്നങ്ങൾ വളരെയധികം കൂടി വരുന്ന ഒരു കാലഘട്ടം ആയതുകൊണ്ട് ഇത്തിരി എക്സ്ട്രാ കോൺഷ്യസ് ആയിട്ട് ആ ഭാഗങ്ങളെ ശ്രദ്ധിച്ചതായിരിക്കാം ആ ഒരു ബയാസ് അംഗീകരിക്കുന്നെങ്കിലും ഇതിനെ നോർമലൈസ് ചെയ്യുന്ന ഒരു ശരിയായിട്ട് കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇവിടെയും ഈ ആണുങ്ങൾക്ക് ഇഫ് മെൻ ക്യാൻ ഹാവ് വൈ നോട്ട് വുമൺ എന്നുള്ള രീതിയിലാണ് ഇത് പറയുന്നത്. എന്നെ ഒരു ചെറുതായിട്ടൊന്ന് നോർമലൈസ് ചെയ്യുന്നത്. പ്രൊമോട്ട് ചെയ്യുക അല്ലെങ്കിൽ നോർമലൈസ് ചെയ്യുക, ഈ രണ്ട് രീതിയിലാണ്. പ്രൊമോഷൻ ഞാൻ പറയില്ല, പക്ഷെ അതൊരു പ്രശ്നമാണെന്നുള്ള രീതിയിൽ ഇതുവരെ ഞാൻ വായിച്ചെത്തിയെടുത്തൊന്നും പറയുന്നില്ല, വായിച്ചു കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അതൊരു ശരിയായ കാര്യമല്ല. ഇവിടെ ഒരു കാര്യം കൂടി ചേർത്ത് പറയണം. ഇവിടെ സാമൂഹികമായ ചില കാര്യങ്ങൾ, മൊറാലിറ്റി തുടങ്ങിയ കാര്യങ്ങൾ, അല്ലെങ്കിൽ ഈ ഡ്രഗ്സിൻ്റെ ഉപയോഗം തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ നമുക്ക് ചില സോഷ്യൽ കോഡ്സും കാര്യങ്ങളും ഉണ്ട്. അബ്സല്യൂട്ട് ആയിട്ടുള്ളൊരു ഫ്രീഡം എന്ന് പറയുന്നതിനോട് എനിക്ക് യോജിക്കാൻ കഴിയില്ല. ഫ്രീഡം വേണം, തീർച്ചയായിട്ടും വേണം. പക്ഷേ ഫ്രീഡം എന്നുള്ളത് അബ്സല്യൂട്ട് അല്ല. നമ്മുടെ നിയമങ്ങളുടെയും സൊസൈറ്റിയിലെ ചില വ്യവസ്ഥകളിലെയും ദർ ഇസ് സംതിങ് ദാറ്റ് വി കോൾ കൾച്ചർ. അതൊന്നും ഈ സദാചാര പോലീസിങ് അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. കൾച്ചറിൻ്റെ പേരിൽ എന്തും അടിച്ചേൽപ്പിക്കുന്ന രീതിയുമല്ല. പക്ഷേ ദർ ആർ സം തിങ്സ് ദാറ്റ് വി നീഡ് ടു ഫോളോ ആസ് എ സൊസൈറ്റി, അല്ലേ? മനുഷ്യൻ മൃഗങ്ങളെ പോലെ ഇൻസ്റ്റിങ്ക്റ്റീവ്ലി പെരുമാറുന്ന ഒരാളല്ല ആവരുത്. നമ്മൾ സമൂഹമായിട്ട് ജീവിക്കുമ്പോൾ നമ്മൾ സംസ്കരിക്കപ്പെട്ട ഒരു വിഭാഗമാണെന്നാണ് സങ്കല്പം. അപ്പോൾ അവിടെ നമുക്ക് അതിനെ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള കുറച്ച് കാര്യങ്ങളെങ്കിലും ഫോളോ ചെയ്തേ പറ്റുകയുള്ളൂ. അത് ഫോളോ ചെയ്യാൻ ആവശ്യം വരുമ്പോൾ അതിനെക്കുറിച്ച് പറയുമ്പോൾ അത് പിന്തിരിപ്പനാണ് എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. ഇവിടെ വിവാഹത്തിന് മുമ്പ് ഈ വീഡ്സ്, കഞ്ചാവ് പോലത്തെ സാധനം വലിക്കുന്നത് അതൊരു പ്രോഗ്രസീവായിട്ടുള്ള കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഇവിടെയും വേറെ ഏത് കാര്യത്തിലും എന്ന പോലെ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും സെപ്പറേറ്റ് നിയമമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഈ സോഷ്യൽ കോഡ്സിനെ സംബന്ധിച്ചുള്ള കാര്യം വരുമ്പോൾ വിശ്വസ്തത, സോഷ്യൽ കോഡ്സ്, മൊറാലിറ്റി തുടങ്ങിയ കാര്യങ്ങൾ വരുമ്പോൾ മനസ്സിലാവാൻ വേണ്ടി അവയെ 4 വിഭാഗങ്ങളായിട്ട് തിരിക്കാം. മനസ്സിലാവാൻ വേണ്ടി ഒന്നാമത്തെ വിഭാഗം, ഇത് ചില സോഷ്യൽ കോഡ്സ് ഫോളോ ചെയ്യണം, രണ്ടുപേരും സ്ത്രീയും പുരുഷനും ഫോളോ ചെയ്യണം എന്നുള്ളത് ഒന്നാം വിഭാഗം. രണ്ടാമത്തെ വിഭാഗത്തിൽ സോഷ്യൽ കോഡ്സ് ഫോളോ ചെയ്യണം, പക്ഷേ അത് സ്ത്രീ മാത്രം ചെയ്താൽ മതി, പുരുഷന് കുറേ ലീവ് ആവാം, മെൻ വിൽ ബി മെൻ എന്നുള്ളൊരു പരസ്യത്തിൻ്റെ അഡ്വർടൈസിങ് പോലെ. മൂന്നാമത്തെ സോഷ്യൽ കോഡ്സ് ഫോളോ ചെയ്യണം, പക്ഷേ അത് ആണുങ്ങൾ മാത്രം ചെയ്താൽ മതി. അത് റെയറാണ്, ഞാൻ ക്ലാസിഫിക്കേഷനിൽ വരാൻ വേണ്ടി പറഞ്ഞു എന്നല്ലേ ഉള്ളൂ. നാലാമത്തെ സോഷ്യൽ കോഡ്സ് ഒന്നും ഫോളോ ചെയ്യുന്നില്ല, ജസ്റ്റ് ചിൽ ഔട്ട്, ബി ഫ്രീ, ബി ടോട്ടലി ഇൻഡിപെൻഡൻ്റ് എന്നുള്ളൊരു രീതി. ഇതിൽ ഒന്നാം വിഭാഗത്തോടാണ് ഞാൻ ചേർന്ന് നിൽക്കുന്നത്. കുറേയെങ്കിലും, എല്ലാം ഞാൻ പറയില്ല, കുറേയെങ്കിലും നമ്മളെ സമൂഹത്തിൻ്റെ കെട്ടുറപ്പിനെയും സമൂഹത്തിലെ മൊറാലിറ്റിയും സമൂഹത്തിലെ കൾച്ചറിനെയും ഒക്കെ ബാധിക്കുന്ന രീതിയിൽ കുറച്ച് കാര്യങ്ങളെങ്കിലും നമ്മൾ പാലിക്കുക തന്നെ വേണം. പക്ഷേ അവിടെ പുരുഷന് മാത്രമായിട്ട് സെപ്പറേറ്റ് ലീവയോ ഒന്നുമില്ല. മെൻ വിൽ ബി മെൻ എന്നുള്ളൊരു എക്സ്ക്യൂസ് ഉപയോഗിച്ച് ആണുങ്ങൾക്ക് എന്തും ചെയ്യാമെന്നുള്ളതിനോട് യോജിപ്പില്ല. അപ്പോൾ ഇതിൽ ലഹരി ഉപയോഗം പോലെയുള്ള കാര്യങ്ങൾ ആണായാലും പെണ്ണായാലും അത് വിവാഹത്തിന് മുമ്പാണെങ്കിലും ശേഷമാണെങ്കിലും ഒഴിവാക്കേണ്ടത് തന്നെയാണ് എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. പിന്നെ രണ്ടാമത്തെ, ചേതൻ ഭഗത്തിൻ്റെ എല്ലാ പുസ്തകങ്ങളിലും ഞാൻ കണ്ടിട്ടുള്ളത് പലയിടത്തും ഈ പ്രീ മാരിറ്റൽ, എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻസിനെ വളരെയധികം നോർമലൈസ് ചെയ്ത് അദ്ദേഹത്തിന് എല്ലാ ബുക്കിലും അങ്ങനെ ഒരു ഇതുണ്ടാവും. അത് വളരെ വളരെ വിശദമായിട്ട് തന്നെ പലയിടത്തും ഇങ്ങനെ എഴുതി കാണുന്നുണ്ട്. ഇദ്ദേഹത്തെ പോലെ ഇത്രയും ഫേമസ് ആയൊരു റൈറ്റർ അതിനൊരു നോർമലൈസ് ചെയ്യുന്നത് ശരിയാണോ എന്ന് എനിക്കറിയില്ല. അഗെയിൻ, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ ഇനി പുരോഗമനം വേണ്ടത്തെ എത്താത്തത് കൊണ്ടാണോ അതോ 90s ജനിച്ചതുകൊണ്ടാണോ എന്നൊന്നും അറിയില്ല. അങ്ങനെ വിലയിരുത്തേണ്ടവർക്ക് അങ്ങനെ വിലയിരുത്താം. പക്ഷേ എൻ്റെ അഭിപ്രായം എനിക്ക് പറഞ്ഞല്ലേ പറ്റുള്ളൂ. ഇതൊന്നും നമ്മൾ പ്രൊമോട്ട് ചെയ്യേണ്ട കാര്യങ്ങളല്ല, നോർമലൈസ് ചെയ്യേണ്ട കാര്യങ്ങളല്ല. സാമൂഹികമായി ചില ക്രമങ്ങളെങ്കിലും പാലിക്കണം. അങ്ങനെ പാലിക്കുന്നത് ഒരിക്കലും പിന്തിരിപ്പനാവില്ല. എല്ലാം പാലിച്ച് ഒന്നിലും നമ്മൾ മാറി ചിന്തിക്കേണ്ടെന്നൊന്നല്ല പറയുന്നത്. പക്ഷേ ചില കാര്യങ്ങളെങ്കിലും നമ്മൾ പാലിക്കേണ്ടതാണ്. ഈ പ്രീ മാരിറ്റൽ, എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻസിനെ നോർമലൈസ് ചെയ്ത് അതിനെ ഐ നോട്ട് ഇൻ ഫേവർ ഓഫ് ദാറ്റ്. അത് ഇദ്ദേഹത്തിൻ്റെ എഴുത്തുകളിൽ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു പ്രശ്നമാണ്. ഞാൻ വായിച്ചിട്ടുള്ള പുസ്തകങ്ങൾ 5 Points Someone വായിച്ചിട്ടുണ്ട്, ഇദ്ദേഹത്തിൻ്റെ The 3 Mistakes of My Life വായിച്ചിട്ടുണ്ട്, Revolution 2020 വായിച്ചിട്ടുണ്ട്, 2 States വായിച്ചിട്ടുണ്ട്, 400 Days വായിച്ചിട്ടുണ്ട്, പിന്നെ ഇപ്പോൾ വൺ ഇന്ത്യൻ ഗേൾ. ഇത്രയാണ് ഞാൻ നോവൽസ് വായിച്ചിട്ടുള്ളത്. ഇതിലെല്ലാത്തിലും ഈ ഒരു പാറ്റേൺ ഫോളോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലായിടത്തും വീണ്ടും വരുമ്പോൾ അതൊരു ആക്സിഡൻ്റൽ തിങ് ആയിട്ട് തോന്നുന്നില്ല, അതൊരു ശരിയായ പ്രവണതയായിട്ടും എനിക്ക് തോന്നുന്നില്ല. എന്തും എഴുതാനുള്ള അവകാശം അദ്ദേഹത്തിനുണ്ട്, പക്ഷേ അതിലുള്ള എൻ്റെ വിയോജിപ്പ് ഞാനിവിടെ രേഖപ്പെടുത്തുകയാണ്. അപ്പോൾ ഈ ചില സോഷ്യൽ നോംസെങ്കിലും ഫോളോ ചെയ്യണം. അത് കാറ്റഗറി 1 പോലെ 2 പേർക്കും ബാധകമാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് നമ്മൾ വേണ്ടത് തന്നെയാണ്. കൾച്ചർ ഒരു സോഷ്യൽ കൺസ്ട്രക്റ്റ് ആണെങ്കിൽ പോലും നമ്മളിത് പാലിക്കണം കുറേയൊക്കെ.
ജസ്റ്റ് ബിക്കോസ് വൺ തിങ് ഈസ് എ സോഷ്യൽ കൺസ്ട്രക്ട് ഡസൻറ്റ് മീൻ ദാറ്റ് വി ഷുഡ് നോട്ട് ഒബേ ദാറ്റ്, അല്ലേ? പല കാര്യങ്ങളും ഇപ്പോൾ പൈസ ഒരു സോഷ്യൽ കൺസ്ട്രക്റ്റ് ആണ് എന്ന് വെച്ചാൽ നമ്മളത് മിനിമയത്തിൽ ഉപയോഗിക്കാതിരിക്കുന്നുണ്ടോ? ഇല്ല, അത് അബ്സല്യൂട്ട് ആണെന്ന് വിചാരിക്കരുത്. സോഷ്യൽ കൺസ്ട്രക്റ്റ് ആണെന്ന് അറിഞ്ഞുകൊണ്ടാണ് നമ്മളത് ചെയ്യുന്നത്, അല്ലേ? ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ ഫിസിക്കൽ ഹെൽത്ത് ഒരു അബ്സല്യൂട്ട് തിങ് എന്ന് വെച്ചാൽ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമല്ല, പക്ഷേ അത് ബേസ് ലൈനാണ്. നമുക്ക് വേണ്ടേ പണം, നമുക്ക് ബേസ് ലൈനായിട്ട് വേണ്ടേ നമ്മുടെ ആവശ്യങ്ങൾക്ക്? അതാണ് ഏറ്റവും പ്രധാനം എന്ന് വിചാരിക്കരുത്, പക്ഷെ അത് വേണമല്ലോ. അപ്പോൾ അങ്ങനെ ചില കാര്യങ്ങൾ പറയണമെന്ന് തോന്നി. അപ്പോൾ ഇത് കോമൺ ആയിട്ടും നീ ഇത് വായിച്ചപ്പോൾ ഒന്നുകൂടി എടുത്ത് പറയണമെന്ന് തോന്നിയ കാര്യങ്ങൾ. ഇത്തരം കാര്യങ്ങളെ പ്രശസ്തരായ പ്രത്യേകിച്ച് യങ് ഓഡിയൻസ്, ഇദ്ദേഹത്തിൻ്റെ ബുക്കുകൾ കൂടുതലും വായിക്കുന്നത് ഒരു ലെസ് ദാൻ 30 years ഉള്ളവരാണ്. അപ്പോൾ അവർക്ക് ഒരുപാട് വായിക്കുന്നവർ കുറച്ചും കൂടി ഒരു സോഷ്യലി റെസ്പോൺസിബിൾ ആയിട്ടുള്ള രീതിയിൽ ഇത്തരം വിഷയങ്ങളെ കൈകാര്യം ചെയ്താൽ നന്നായിരുന്നു. ഇദ്ദേഹത്തിന് വേറെ പല നല്ല ട്രേറ്റ്സും ഉണ്ട്, നല്ല പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. അതിനെല്ലാം പൂർണ്ണമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്യുകയും പക്ഷേ അതിനോടൊപ്പം ഈ വിഷയത്തിൽ ചെറിയൊരു വിയോജിപ്പ് എനിക്ക് തോന്നുകയും ചെയ്തു. രണ്ടാമത്തെ കാര്യം ഇതിലെ ഫെമിനിസത്തിൻ്റെ കാര്യമാണ്. ഇതിലെ ഈ പെൺകുട്ടി ആദ്യം പ്രണയത്തിലായിരുന്ന ദേബാശിഷ് എന്ന് പറഞ്ഞ ഒരാളുണ്ട്. അയാളൊരു ടിപ്പിക്കൽ ഇൻസെക്യൂർ മെയിലിൻ്റെ ഒരു ലക്ഷണങ്ങൾ കാണിക്കുന്നുണ്ട്. അയാൾ പറയുമ്പോൾ വല്ലാതെ തുടക്കത്തിൽ ഇവർ പരിചയപ്പെട്ട ഒരു റിലേഷൻ ആവുന്നതിന് മുമ്പ് ഒരുപാട് ഫെമിനിസ്റ്റ് സപ്പോർട്ട് ചെയ്യുകയും ഈ പെൺകുട്ടി വർക്ക് ചെയ്യണം, ആളെ പ്രൊമോട്ട് ചെയ്യും, കൂടുതൽ നന്നായിട്ട് വർക്ക് ചെയ്യണം, കൂടുതൽ ഉയരങ്ങളിൽ എത്തണം എന്നൊക്കെ പറഞ്ഞ് നീ നിൻ്റെ കുടുംബത്തിലെ ബാക്കിയുള്ളവർക്കൊരു പ്രേരണയാവും, സോഴ്സ് ഓഫ് ഇൻസ്പിറേഷൻ ആവും എന്നൊക്കെ പറഞ്ഞ് ആളെ ഒരുപാട് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ പിന്നീട് ഇവരൊരു ലിവ് ഇൻ റിലേഷൻഷിപ്പിൽ എൻ്റർ ചെയ്യുകയും കുറച്ച് കഴിഞ്ഞ് ഈ പെൺകുട്ടി അവരുടെ ജോലിയിൽ ഒരുപാട് മുന്നോട്ട് പോവുകയും ഇയാൾക്ക് അത്ര മുന്നോട്ട് പോകാൻ കഴിയാതിരിക്കുകയും ചെയ്യുന്നു. ഇയാളുടെ സാലറിയേക്കാൾ ഒരുപാട് കൂടുതൽ ഈ പെൺകുട്ടി ഏൺ ചെയ്ത് തുടങ്ങുമ്പോൾ ദിസ് ഫെലോ ബിക്കംസ് ഇൻസെക്യൂർ. അയാൾ തിയോറിറ്റിക്കലി അയാൾ പറഞ്ഞ ഫെമിനിസമൊക്കെ പോകുന്നു, ഇവർ ജോലി റിസൈൻ ചെയ്ത് ഹൗസ് വൈഫായിട്ട് നിൽക്കണമെന്നാണ് ഇയാൾ പറയുന്നത്. അത് പലയിടത്തുള്ള മെയിൽസിൻ്റെ ചില അത്ര നല്ലതല്ലാത്ത ചിന്താഗതികളെ ഇയാൾ നല്ലോണം ട്രാക്ക് ചെയ്യുന്നുണ്ട്. അതായത് നമ്മളെ നേരിട്ട് ബാധിക്കാത്തപ്പോൾ വെൻ ഇറ്റ് സംതിങ് എവേ ഫ്രം അസ് നമ്മൾ ഒരുപാട് ഫെമിനിസവും കാര്യങ്ങളൊക്കെ പറയും. നേരിട്ട് നമ്മളെ ബാധിക്കുന്ന ലെവലിൽ എത്തിക്കഴിയുമ്പോൾ നമ്മുടെ ഫെമിനിസമൊക്കെ എവിടെയോ പോയി മറയും, നമ്മൾ വീണ്ടും പല പാട്രിയാർക്കിക്കൽ രീതികളിലേക്കും പോകും എന്നുള്ളതാണ്. അപ്പോൾ ആശയങ്ങൾ നമ്മൾ പറയുമ്പോൾ അത് നമ്മളെ ബാധിക്കുന്ന സിറ്റുവേഷൻ എത്തുമ്പോഴും നമ്മൾ അതിൽ ഉറച്ചു നിൽക്കാൻ കഴിയണം, എങ്കിലേ നമുക്കതിൽ കൺസിസ്റ്റൻസി ഉള്ളൂ. അല്ലാതെ നമ്മളെ ബാധിക്കാത്ത വിഷയങ്ങളിൽ നമുക്ക് എന്തും പറയാം, എന്തും പ്രസംഗിക്കാം. അപ്പോൾ അങ്ങനെ ഒരു തോന്നി. ഞാൻ മുമ്പൊരിക്കൽ പറഞ്ഞിട്ടുള്ള പോലെ പലപ്പോഴും നമ്മൾ മെയിൽസ് ആണത്തം തെളിയിക്കാനുള്ള സമ്മതം സോഷ്യൽ ഇതെന്നുണ്ടല്ലോ. ഇനിയത്തെ കാലത്ത് നമ്മളെക്കാളും നമ്മൾ വെച്ചാൽ മെയിൽസ് ഉദ്ദേശിക്കണേ, നമ്മളെക്കാളും സ്മാർട്ടറായ, അതിപ്പോൾ ഫിസിക്കൽ സെൻസിലോ ഫിനാൻഷ്യൽ സെറ്റിലോ ആയിട്ടുള്ള ഫീമെയിൽസ് നമ്മളെ ഈ മെയിൽസിനെ ഇൻറ്റിമിഡേറ്റ് ചെയ്യരുത്. അങ്ങനെയുള്ള ആളുകളുടെ മുമ്പിൽ ഇൻസെക്യൂർ ആവാതിരിക്കത്തക്കവണ്ണം സെൽഫ് വർത്തും സെൽഫ് കോൺഫിഡൻസും റീറ്റെയിൻ ചെയ്യാന്നുള്ളതാണ് ഇന്നത്തെ കാലത്ത് മെയിൽസ് ശ്രദ്ധിക്കേണ്ട പല കാര്യങ്ങളും വന്ന്. കാര്യം ഫീമെയിൽസ് വളരെ വേഗം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്, നല്ല കാര്യമാണ് ഇതിനകത്ത്. അപ്പോൾ നമ്മളിപ്പോഴും ആ പഴയ കാലഘട്ടത്തിൽ നിൽക്കരുത്, നമ്മളും കാലത്തിനൊത്ത് നീങ്ങണം. ഇല്ല അതർവൈസ് വിൽ ബി ലെഫ്റ്റ് ഔട്ട് ആൻഡ് വിൽ ഫീൽ ഡിസപ്പോയിൻറ്റഡ്. ആ ഡിസപ്പോയിൻമെൻറ്റ് ചില സമയങ്ങളിൽ പലപ്പോഴും തെറ്റായ പ്രവണതകളിലേക്ക് പലരെയും നയിക്കുന്ന നമ്മുടെ പ്ലസ് ലഹരിയും കൂടി ചേരുമ്പോൾ നമ്മൾ വാർത്തയിൽ വായിക്കാറുണ്ട്. അപ്പോൾ കാലഘട്ടം മാറുന്ന തിരിച്ചറിയുക, അതനുസരിച്ച് സ്വയം അപ്ഡേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഫെമിനിസം ആയാലും ഏതാശയമായാലും നമ്മളെ ബാധിക്കുന്ന അവസ്ഥ വരുമ്പോഴും നമ്മൾ പറഞ്ഞിട്ടുള്ള, നമ്മൾ പ്രസംഗിച്ചിട്ടുള്ള, നമ്മൾ പ്രീച്ച് ചെയ്തിട്ടുള്ള കാര്യത്തോട് കൺസിസ്റ്റൻസി പുലർത്തുക എന്നുള്ള ഒരു പോയിന്റും, രണ്ടാമത് സോഷ്യൽ കോഡ്സ് മൊറാലിറ്റി അറ്റ്ലീസ്റ്റ് ടു ആൻ എക്സ്റ്റെൻറ്റ് അത് ഫോളോ ചെയ്യേണ്ടതും, അത് രണ്ടുപേരും ഒരേ മെയിൽസും ഫീമെയിൽസും ഓരോപോലെ ഫോളോ ചെയ്യേണ്ടതും, പിന്നെ അതിനെ ഫോളോ ചെയ്യുന്ന പിന്തിരിപ്പനല്ല എന്നുള്ളതും, അവിടെ ജെൻഡർ വ്യത്യാസം ഇല്ല എന്നുള്ളതും, ഇത്തരത്തിലുള്ള വയലേഷൻസിനെ ലഹരിയാണെങ്കിലും പ്രീ മാരിറ്റൽ എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻസ് ആണെങ്കിലും അവയെ നോർമലൈസ് ചെയ്യുകയും സോ കോൾഡ് കൂൾ ആയിട്ട് അവതരിപ്പിക്കുകയും ചെയ്യുന്ന, അറിഞ്ഞുകൊണ്ടോ അറിയാതെ അവതരിപ്പിക്കുകയും ചെയ്യുന്ന രീതി തെറ്റാണെന്ന്. ഇത്രയും കാര്യങ്ങളാണ് ഈ പുസ്തകം വായിച്ച് ഇത്രയും പകുതി എത്തിയിട്ടുള്ളൂ. ഇത്രയും വായിച്ചപ്പോൾ എനിക്ക് പറയാൻ തോന്നുന്നത്. ഞാൻ പുസ്തകം വായിക്കുമ്പോൾ അതിൻ്റെ പല കോണ്ടെക്സ്റ്റും ആലോചിക്കാറുണ്ട്, അതിൽ ചില കാര്യങ്ങൾ വീഡിയോ ആയിട്ട് ചെയ്യാറുണ്ട്. ആ കൂട്ടത്തിൽ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. വിയോജിപ്പുകളും അറിയിക്കാം. ഞാനിതിൽ ചില ഭാഗങ്ങൾ കമ്മ്യൂണിറ്റി സെക്ഷനിൽ ഷെയർ ചെയ്യാം. നോവലായതുകൊണ്ട് ഫുൾ പറ്റുന്നില്ല, ചില ഭാഗങ്ങൾ റിലവൻ്റ് ആയിട്ടുള്ള ചില ഭാഗങ്ങൾ ഷെയർ ചെയ്യാം. ഒന്ന് സമയം പോലെ വായിച്ചു നോക്കും. ഓക്കെ, താങ്ക് യു.